ഇന്നലത്തെ കനത്ത തിരിച്ചടിക്ക് ശേഷം ഓഹരി വിപണി നേട്ടത്തിൽ വ്യാപാരം പുരോഗമിക്കുകയാണ്. സെൻസെക്സ് 215 പോയിന്റ് ഉയർന്നു. ശ്രീനാഥ് ചന്ദ്രൻ, ശ്രീനാഥ്, ഇന്നലെ അത്യാവശ്യം തരക്കേടില്ലാത്ത തിരിച്ചടിയായിരുന്നു. ഇന്നിപ്പോൾ തിരിച്ച് കയറാനുള്ള കാരണം എന്താണ് ശ്രീനാഥ്? ഹാഷ്മി, ഇന്നലെ മാത്രമല്ല കഴിഞ്ഞ കുറച്ച് നാളുകളായി ഓഹരി വിപണി താഴേക്ക് പോകുന്ന കാഴ്ചയാണ് കണ്ടത്. ഇന്നലെ വലിയ തിരിച്ചടി ഉണ്ടായി. ഇന്ന് വലിയൊരു ആശ്വാസം എന്ന് പറയാൻ ഇപ്പോഴും കഴിയില്ല. ഏറ്റവും ഒടുവിലെ കണക്ക് പരിശോധിക്കുമ്പോൾ BSE സെൻസെക്സ് 175 പോയിന്റാണ് ഇപ്പോൾ ഉള്ളത്. ഏതാണ്ട് ഒരു ഫ്ലാറ്റായ അവസ്ഥയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളിൽ അത് മുകളിലേക്ക് പോയത് വീണ്ടും ഓഹരി സൂചിക താഴേക്ക് വരുന്നതാണ് കാണുന്നത്. ക്രൂഡ് ഓയിൽ വിലയൊക്കെ വലിയ തോതിൽ കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇന്ത്യൻ വിപണി വലിയ പ്രതീക്ഷയോടെ നോക്കിക്കണ്ടതാണ്. ട്രംപ് വലിയ തോതിൽ എണ്ണ ഉൽപ്പാദനം അമേരിക്ക വർദ്ധിപ്പിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞതോടെ അന്താരാഷ്ട്ര തലത്തിൽ ക്രൂഡ് വില കുറയുന്നുണ്ടായിരുന്നു. അത് വലിയൊരു ചലനം ഉണ്ടാക്കുന്ന പ്രതീക്ഷയാണ്. ഏതായാലും കാര്യമായ ഒരു പോസിറ്റീവായ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ വേണ്ടി കഴിയില്ല. ട്രംപ് അധികാരമേറ്റതിന് പിന്നാലെ അദ്ദേഹത്തിൻ്റെ നയങ്ങൾ, അദ്ദേഹം വലിയ തോതിൽ ഇറക്കുമതി തീരുവ രാജ്യങ്ങൾക്ക് മേൽ ചുമത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയതൊക്കെ തന്നെ ഒരു ജാഗ്രത നിക്ഷേപകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കിയിരുന്നു. അതാണ് ഇന്നലെയൊക്കെ നമ്മൾ വലിയ തിരിച്ചടിയായി കണ്ടത്. അതിൽ നിന്ന് കരകയറുന്നു എന്നൊരു തോന്നൽ ഉണ്ടാക്കിയെങ്കിലും വലിയൊരു പ്രതീക്ഷ ഇപ്പോൾ വിപണിയിൽ നിന്ന് ഇല്ല ഹാഷ്മി. ഓക്കെ, ശ്രീനാഥചന്ദ്രനാണ്. തിരിച്ചു കയറുന്നുണ്ടോ? ഇന്നിപ്പോൾ തിരിച്ചടി ഇല്ല എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ ഒരു വലിയ തിരിച്ചുകയറ്റം എന്ന് പറയാൻ പറ്റില്ല എന്നാണ് ശ്രീനാഥചന്ദ്രൻ പറയുന്നത്.